Assalamu alaikum wa rahmatullahi wa barakatuh. My dear students, are you okay today? Are you fine? Alhamdulillah. Alhamdulillah. Please say Alhamdulillah. നിങ്ങൾ പറഞ്ഞോ അൽഹംദുലില്ലാ എന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് സുഖമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന വാക്കാണ് ഉച്ചരിക്കേണ്ടത്. വാല്യൂ എഡ്യൂക്കേഷനിൽ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കേട്ടു അല്ലേ? ഒരുപാട് ക്ലാസ്സുകൾ കേട്ട് നല്ല വിദ്യാർത്ഥികളായി ഇരിക്കുന്ന നിങ്ങളോട് ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഭാഗങ്ങളിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആർ യു റെഡി? ഓക്കെ, യെസ്. നിങ്ങൾ പറയാൻ തയ്യാറല്ലേ? ഓക്കെ. സ്മൈൽ ഈസ്, പ്ലീസ് സേ സ്മൈൽ ഈസ് ബ്യൂട്ടിഫുൾ. ഓക്കെ, ഗുഡ്. ആരാണ് പറഞ്ഞ ആള്? ഉഷാറായിട്ടുണ്ട് കേട്ടോ. സ്മൈൽ ഈസ് ബ്യൂട്ടിഫുൾ. ട്രൂത്ത് ഈസ്, പ്ലീസ് സേ ട്രൂത്ത് ഈസ് പവർഫുൾ. ട്രൂത്ത് ഈസ് പവർഫുൾ. റെസ്പെക്റ്റ് ഈസ് പ്ലീസ് സേ ഫ്രൂട്ട്ഫുൾ. ഈ മൂന്നും പറഞ്ഞ ആൾക്കാരൊന്ന് ഒന്ന് കൈപ്പൊക്കി. ഈ മൂന്നും പറഞ്ഞ ആൾക്കാർ ഗുഡ്, നല്ല കുട്ടികൾ കേട്ടോ. ഓക്കെ, ഇനി ഞാനൊരു ഹദീസാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ ചെല്ലൂലേ? ഓക്കെ. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ഡാഷ്. ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി, പ്ലീസ് ഷൈഅൻ വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തലീഖ്. അല്ലേ? നല്ല കാര്യത്തിൽ നിന്നും ഒന്നും നിസ്സാരമാക്കാൻ പറ്റൂല. അത് തൻ്റെ സഹോദരനെ മുഖപ്രസന്നതയോടുകൂടെ കണ്ടുമുട്ടലാണെങ്കിലും ശരി. ഓക്കെ. നെക്സ്റ്റ്, അക്മലുൽ മുഅ്മിനീന ഡാഷ്. പറഞ്ഞോളി, ഒന്ന് പറയൂ. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. ഓക്കെ. അതുപോലെ നമ്മൾ 6 മാനേഴ്സിനെ കുറിച്ച് പഠിച്ചില്ലേ? 6 മാനേഴ്സ് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ആരൊക്കെയാണ് ഓർമ്മ? 6 പറയാൻ പറ്റുന്ന ആൾക്കാർ ആരൊക്കെയാണ്? 6 മാനേഴ്സ്. ഏതൊക്കെയാണ് 6 മാനേഴ്സ്? പ്ലീസ് സേ. Six manners. First one, wait you turn. വരി നിൽക്കുക. സെക്കൻഡ് വൺ, നിങ്ങൾ ഉറക്കെ പറയൂ, ഉറക്കെ പറയട്ടെ. യൂസ് പൊളൈറ്റ് വേർഡ്സ്. സെക്കൻഡ് വൺ, യൂസ് പൊളൈറ്റ് വേർഡ്സ്. തേർഡ്, please listen carefully. Listen carefully. Fourth one, cooperate with others. Fifth one, show your appreciation. Okay. Sixth one, give
കോംപ്ലിമെന്റ് അല്ലേ? നിങ്ങൾ ആഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത് ചില ആളുകൾക്കൊക്കെ കോംപ്ലിമെന്റ് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ തരും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ് നമ്മൾ പഠിച്ചത് 3 ആയത്തുകളിലെ 3 ആയത്തും അതിന്റെ അർത്ഥങ്ങളും പഠിച്ചിട്ടുണ്ട്. ഞാൻ ആയത്തോട്ടെ നമുക്ക് ഒരുമിച്ച് ഓതാം അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അല്ലേ? മാതാപിതാക്കളോട് ചെയ്യുന്ന വാക്ക് പോലും പറയാതെ മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅരിദ് അനിൽ ജാഹിലീൻ. നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തുകൊണ്ട് അല്ലേ ജാഹിലീങ്ങളെ കൊണ്ട് നമ്മൾ തിരിഞ്ഞു കളയണമെന്നും പഠിച്ചു. പിന്നെയോ ഫറാഗ ഇലാ അഖ്ലിഹി ഫജാഅ ബിഇജ്ലിൻ സമീൻ ഫഖറബഹു ഇലൈഹിം ഖാല അലാ തഅകുലൂൻ. അതെന്താ പഠിച്ചത്? ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സദ്യയും സൽക്കാരങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അല്ലേ? അതിനുശേഷം നമ്മൾ 3 or 4 മാനേഴ്സ് നമ്മൾ എഴുതി ചെയ്തില്ലേ? ഇതൊക്കെ നിങ്ങൾ എഴുതിയിട്ടില്ലേ? ഓക്കെ, ഒരു കാര്യം മാഷ് പറയണം. ഇന്ന് ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ആയി എഴുതണം. താമസിയാതെ നിങ്ങളെ വീടുകളിലൊക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരും. ടീച്ചേഴ്സ് ഒക്കെ വരും നിങ്ങളെ വീട്ടിലേക്ക്. നിങ്ങൾ എഴുതിയിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് ക്ലാസ് കാണാൻ കഴിയുന്നുണ്ടോ, എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സ് എല്ലാവരും നിങ്ങളെ വീട്ടിലേക്ക് വരും. അതിൻ്റെ മുമ്പ് നിങ്ങളെല്ലാ പുസ്തകങ്ങളും കംപ്ലീറ്റ് ആയിട്ട് എഴുതണം കേട്ടോ. മറക്കില്ലല്ലോ. ഇതിന് ശേഷം നമ്മൾ പഠിച്ചത് ഒരു ഉമ്മാമയുടെ സ്റ്റോറിയാണ് അല്ലേ? ഉമ്മാമാന്റെ സ്റ്റോറി പഠിച്ചു. കഥ ഓർക്കുന്നുണ്ടോ അല്ലേ? പാവപ്പെട്ട ഒരു ഉമ്മാമ പറയും, വിറക് ചുമക്കാൻ സാധിക്കാതെ പ്രയാസപ്പെട്ടപ്പോ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നുകൊണ്ട് ആ വിറക് ചുമന്ന് ഉമ്മാമാന്റെ വീട്ടിൽ എത്തിച്ചു കൊടുത്തു അല്ലേ? നല്ല മനേഴ്സാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ നല്ല കുട്ടികളായിട്ട് മാറും. റെഡിയല്ലേ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഗ്രികൾച്ചർ. എന്താ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൃഷിയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ കൃഷി അറിയാം? ഒന്ന് പറഞ്ഞു നോക്കൂ. വിച്ച് ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ യു നോ? പ്ലീസ് സേ. നമുക്കറിയുന്ന കൃഷി ഏതൊക്കെയാണ്? പറയൂ, നിങ്ങൾ ഉറക്കെ പറയൂ. മാഷ് കേൾക്കുന്നില്ല. ഉറക്കെ പറയട്ടെ അറിയുന്ന കൃഷി. ഒന്ന്, നമുക്കൊക്കെ എപ്പോഴും കാണുന്നത് റബ്ബർ കൃഷിയില്ലേ? റബ്ബറാണ് നമ്മളെ മുമ്പിൽ. റബ്ബർ കൃഷി. ഓക്കെ. കവുങ്ങ് കൃഷി അല്ലേ? വാഴ കൃഷി, പൂള കൃഷി, പിന്നെ നിങ്ങളൊന്നും കാണാൻ സാധ്യതയില്ലാത്ത വളരെ അപൂർവമുള്ള നെൽകൃഷി. ഇത് മാത്രമാണോ കൃഷി? അല്ല. അല്ലേ? നമുക്ക് വെജിറ്റബിൾസിന്റെ കൃഷി ഉണ്ടല്ലേ? വെജിറ്റബിൾസ് ഒരുപാട് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇതുപോലെ ഒരുപാട് വസ്തുക്കൾ നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കാറുണ്ട്. ഈ ഭൂമി എന്ന് പറയുന്നത് മനുഷ്യൻ സൃഷ്ടിച്ചത് മുതൽ മനുഷ്യനിക്ക് എന്ത് വേണം? ജീവിക്കണമെങ്കിൽ പറയും ഫുഡ് വേണല്ലേ? ഫുഡില്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ കഴിയുമോ? ജീവിക്കാൻ കഴിയുമോ? ആരൊക്കെ കഴിയുമെന്ന് പറയുന്നത്? കഴിയുമോ നിങ്ങൾക്ക്? ഇല്ല. ഫുഡ് ഇല്ലാതെ, ഭക്ഷണമില്ലാതെ ഒരു മനുഷ്യനിക്കും ജീവിക്കാൻ കഴിയില്ല അല്ലേ? അല്ലെങ്കിൽ രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ തുടങ്ങും വയറക്കുന്ന ഒരു ഉയലും ഉമ്മാ വിശക്കുന്നു അല്ലേ? അങ്ങനെ പറയില്ലേ? ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അല്ലേ? എത്ര നേരം നമ്മൾ ഫുഡ് കഴിക്കാറുണ്ട്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് അല്ലേ? പിന്നെ ഉച്ചക്ക് കഴിക്കാറുണ്ട് അല്ലേ? നൂണ്. പിന്നെയോ
ഡിന്നർ കഴിക്കാറുണ്ട് വൈകുന്നേരം. അത് മാത്രമാണോ കഴിക്കാറ്? അല്ല, പിന്നെയും ഒരുപാട് ഫുഡ് കഴിക്കാറുണ്ട് അല്ലേ? കുട്ടികളായ നമ്മളോ സ്വീറ്റ് കഴിക്കാറുണ്ട് അല്ലേ? ബിസ്ക്കറ്റ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ, സ്നാക്സുകൾ കഴിക്കാറുണ്ട്. നമ്മുടെ അല്ലേ മൗത്തിന് ഒരു ഒഴിവും ഉണ്ടാവില്ല, എപ്പോഴും കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ എവിടുന്നാണ് ഉണ്ടാക്കുന്നത്? ഇതൊക്കെ എവിടുന്നാണ് സൃഷ്ടിക്കപ്പെടുന്നത്? ഇതൊക്കെ എവിടുന്നാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ ഒരൊറ്റ ഉദാഹരണം, നമ്മൾ ദിവസം കഴിക്കുന്ന ഭക്ഷണമാണല്ലേ റൈസ്, ചോറ് അല്ലേ, ഊണ് കഴിക്കാറില്ലേ? അതിൻ്റെ ഈ അരി എവിടുന്നാണ് ഉണ്ടാക്കുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെ നാട്ടിലൊന്നുമില്ല. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ കർഷകർ അല്ലേ കഷ്ടപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഏത്? നെൽകൃഷി. അതിൽ നിന്നും ലഭിക്കുന്നതാണ് നമുക്ക് കഴിക്കാൻ ലഭിക്കുന്നത് അല്ലേ, കൃഷി. അതുപോലെ മറ്റു ഒരുപാട് ടൈപ്സ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബർ കൃഷി കൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല. അത് പുറത്തെ സ്ഥലത്ത് കൊണ്ടുപോയി വിൽക്കുന്നു അല്ലേ, അതുകൊണ്ട് പല വസ്തുക്കളും ഉണ്ടാക്കുന്നു അല്ലേ. നമ്മൾ അതുപോലെ തന്നെ വാഴ കൃഷി, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ബനാന എടുത്ത് കഴിക്കുന്നു അല്ലേ, കഴിക്കാം. അതുപോലെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. അതുപോലെ ഒരുപാട് കൃഷികളില്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത് കൃഷി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃഷി വളരെ പ്രാധാന്യമുള്ളതാണ്. കൃഷിയും അതേപോലെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, മരങ്ങൾ കൃഷി ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യണം? നല്ല ഫലമുള്ള മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണം. നമുക്ക് മാങ്ങ ലഭിക്കുന്നത് ഇവിടുന്ന്, മാംഗോ ലഭിക്കുന്നത് ഇവിടുന്ന്. നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് മാംഗോയുടെ മരം ഉണ്ടായത്? മാങ്ങ അല്ലേ, മൂച്ചി എന്നൊക്കെ പറയില്ലേ, എങ്ങനെ നമുക്ക് ഉണ്ടായത്? പ്ലാവ്, നമ്മൾ ചക്ക കഴിക്കുന്നു, ജാക്ക് ഫ്രൂട്ട് കഴിക്കുന്നു, അത് എവിടുന്ന് ഉണ്ടായത്? വെറുതെ ഉണ്ടായതാണ്? വെറുതെ ഉണ്ടായതാണോ? നിങ്ങൾ പറയും വെറുതെ ഉണ്ടായതാണ്? അല്ല, അതൊക്കെ നമ്മുടെ ഉപ്പമാർ അല്ലെങ്കിൽ വല്യപ്പമാർ അല്ലേ, ഫാദേഴ്സ് ഓർ ഗ്രാൻഡ് ഫാദേഴ്സ്, അത് വെച്ച് പിടിപ്പിച്ച് അവർ നമ്മളെ ഫാദേഴ്സ് ഗ്രാൻഡ് ഫാദേഴ്സ് അതിനെ നട്ട് വളർത്തി വലുതാക്കി ഉണ്ടാക്കിയപ്പോൾ നമുക്കതിൽ നിന്ന് മാംഗോ ലഭിക്കുന്നു, ജാക്ക് ഫ്രൂട്ട് ലഭിക്കുന്നു, മറ്റു ഒരുപാട് ഫ്രൂട്ട്സുകൾ നമുക്ക് ലഭിക്കുന്നു അല്ലേ. ഇതൊക്കെ നമ്മുടെ വല്യപ്പമാർ, നമ്മുടെ ഉപ്പമാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഇതൊക്കെ മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ നമ്മളും എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് ഉപകാരം ലഭിക്കാൻ വേണ്ടി കൃഷി ചെയ്യണം. നമുക്കും ഉപയോഗപ്പെടുത്താം, അതുപോലെ മറ്റുള്ളവർക്കും ഉപകാരം കിട്ടാൻ വേണ്ടി കൃഷി ചെയ്യണം. മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. ആരൊക്കെയാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ മരം നട്ടുപിടിപ്പിച്ചവർ? എൻവിറോൺമെന്റ് ഡേ കഴിഞ്ഞല്ലോ അല്ലേ? എന്നാണ് ജൂൺ 5 ജൂൺ 5 എൻവിറോൺമെന്റ് ഡേ കഴിഞ്ഞു. ആരൊക്കെയാണ് മരം വെച്ച് പിടിപ്പിച്ചവർ? നിങ്ങൾ LKG പഠിപ്പിക്കുമ്പോൾ UKG പഠിക്കുമ്പോൾ മാഷി നിങ്ങൾക്ക് വൃക്ഷത്തൈ തന്നിരുന്നല്ലോ അല്ലേ? ആരൊക്കെയാണ് അത് വെച്ച് പിടിപ്പിച്ച് നടക്കുന്നവർ? നമ്മളതൊക്കെ ആട് അല്ലേ, നമ്മളതൊക്കെ നശിച്ചു. അങ്ങനെ ആകാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. മാഷ് നോക്കട്ടെ നിങ്ങൾക്ക് എത്രത്തോളം സാധിക്കുമെന്ന്. മാഷ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങളോട് ചോദിച്ചറിയും. എവിടെയാണ് നിങ്ങൾ വെച്ച പ്ലാന്റ് എവിടെയാണെന്നുള്ളത്. നിങ്ങൾ നല്ല മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. എന്നാൽ നമുക്കും കഴിക്കാം അല്ലേ. നമ്മൾ ഇപ്പൊ ചെറിയ കുട്ടികളാണ്, 7 വയസ്സായ കുട്ടികളാണ്, 8 വയസ്സായ കുട്ടികളാണ്. നമ്മൾ വലുതാണ് സമയത്ത് നമുക്കതിൽ നിന്ന് ഫ്രൂട്ട്സ് കഴിക്കാം. എന്നാൽ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാതെ
വെറും പുറത്തിൽ നിന്ന് മാത്രം വാങ്ങുന്നത് വിഡ്ഢിത്തമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇസ്ലാമിൽ വളരെ പ്രാമുഖ്യമുണ്ട് ഇതിന്. ഇങ്ങനെ മരം നട്ടുപിടിപ്പിക്കുന്നതിനും മരം കൃഷി ചെയ്യുന്നതിനും വളരെ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സർഅൻ ഫയഅകുലു മിൻഹു തൈറുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു ബിഹി സദഖ. എന്താണ് റസൂൽ പറഞ്ഞത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സർഅൻ ഫതഅകുലു മിൻഹു തൈറുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു ബിഹി സദഖ. മുനി പറഞ്ഞോക്കിയും ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സർഅൻ ഫതഅകുലു മിൻഹു തൈറുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു ബിഹി സദഖ. ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു മരം വെച്ച് പിടിപ്പിച്ചു. ആ മരം വലുതായി, അതിൽ ഒരുപാട് പഴങ്ങളുണ്ടായി. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മാംഗോ ട്രീ അല്ലെ, ഒരു മാവ് വെച്ച് പിടിപ്പിച്ചു, അതിൽ ഒരുപാട് മാങ്ങ ഉണ്ടായി. ആ മാങ്ങയിൽ നിന്ന് ഒരു പക്ഷി പാറിപ്പോകുമ്പോൾ ആ പക്ഷി ഒരു മാങ്ങ കൊത്തി തിന്നാൽ, അല്ലെങ്കിൽ അപ്പുറത്ത് പോകുന്ന ഒരു മദ്രസ വിട്ടു പോകുന്ന ഒരു സ്കൂൾ വിട്ടു പോകുന്ന ഒരു കുട്ടി ആ മാങ്ങയിൽ നിന്ന് ഒരു മാങ്ങ എടുത്ത് കഴിച്ചാൽ, മനസ്സിലായോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗം അതിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ, അതൊക്കെ അല്ലാഹു അവന് പ്രതിഫലമായി നൽകും. പടച്ചവനെ, വെറുതെ കൂലി കിട്ടും. നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടാനുള്ള ഒരു മാർഗമാണ് നമ്മൾ മരം വെച്ച് പിടിപ്പിക്കുക. നമ്മൾ എന്താണ് ചെയ്യുക? നമ്മുടെ മാങ്ങയുടെ അടുത്തേക്ക് ഒരു പക്ഷി വന്നതിനാൽ ഇതിനെ കല്ലെടുത്തെറിഞ്ഞ ആട്ടൂലേ? ഒന്നും തിന്നാൻ സമ്മതിക്കൂല. ഒന്നോ രണ്ടൊക്കെ തിന്നോട്ടെ, അവർക്കും വേണ്ട ഭക്ഷണം അല്ലേ? അല്ലെങ്കിൽ മദ്രസ സ്കൂൾ വിട്ടു പോകുന്ന ഒരു കുട്ടി നമ്മുടെ മൂച്ചിന്റെ ചോട്ടിലേക്ക് വന്നാൽ, നമ്മുടെ മാങ്ങ പെറുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അവനെ ആട്ടൂലേ? ഇങ്ങോട്ട് നോ എൻട്രി, ആർക്കും ഇങ്ങോട്ട് കടക്കാൻ പറ്റൂല. ഇങ്ങനൊക്കെ വളച്ചൊടിച്ചുണ്ടാക്കിയാല് അതുകൊണ്ടൊന്നും കൂലി കിട്ടൂല. നമ്മൾ കൂലി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂലി കിട്ടണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഇതേപോലെ ദാനം ചെയ്യണം. നമ്മളൊരു മരം വെച്ചാൽ മതി, വെറുതെ അങ്ങനെ കൂലി കിട്ടും. ആ മരം എത്രത്തോളം കാലം നിലനിൽക്കുന്നുവോ അത്രത്തോളം സമയം നമുക്ക് എന്ത് ചെയ്യും? കൂലി കിട്ടും. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ലോകാവസാനം വരികയാണ്, ഉദാഹരണം പറയാം, ഖിയാമത്ത് നാൾ വരികയാണ്. ഇവിടെ ഒക്കെ പൊഴിഞ്ഞാടാൻ നിൽക്കണം, ഒക്കെ നശിക്കും. എന്നാലും കയ്യിലൊരു വൃക്ഷത്തൈ ഉണ്ടെങ്കിൽ അത് നടണമെന്ന് പഠിപ്പിച്ചതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. പിറ്റേ സമയത്തിന് അത് ഈ ഭൂമിയൊക്കെ നശിക്കും. എന്നാലും വേണ്ടില്ല, മരം നടണം. അത്രമാത്രം പ്രാധാന്യം നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഹദീസ് പഠിക്കണം കേട്ടോ. കാണാതെ പഠിക്കൂലേ? എന്താ പഠിക്കേണ്ടത്? മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സർഅൻ ഫതഅകുലു മിൻഹു തൈറുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു ബിഹി സദഖ. ഒന്നുകൂടി എല്ലാവരും പറഞ്ഞു നോക്കി. മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സർഅൻ ഫതഅകുലു മിൻഹു തൈറുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു ബിഹി സദഖ. മനസ്സിലായോ? എന്താണ് അതിന്റെ മീനിങ്?
The messenger of Allah, peace and blessing be upon him, said, no Muslim plants a tree or sows seeds and then a bird or woman or an animal eat from it, but that it is charity for him. ഇത് അവർക്ക് എന്തായി മാറും? പ്രതിഫലമായി മാറും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൽ പഠിക്കേണ്ടത് ഈ ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഖർസൻ ഔ യസ്റഉ സർഅൻ ഫതഅകുലു മിൻഹു തൈറൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു ബിഹി സദഖ. പിന്നെ അതിനുശേഷം ആക്ടിവിറ്റീസ് ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം അല്ലേ. ഈ ഫസ്റ്റ് ആക്ടിവിറ്റീസ് മാത്രം നിങ്ങൾ നോക്കുക. മാച്ച് ദ വേർഡ്സ് വിത്ത് ദെയർ മീനിങ്. ഹോർസ്, സദഖ, ത്വയ്ർ, ബഹീമത്ത്, സർ അല്ലേ. സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡ്സ് അല്ലേ. സർ എന്ന് പറഞ്ഞാൽ സീഡ്സ്. ബഹീമത്ത് പറഞ്ഞാലോ ആനിമൽ. ത്വയ്ർ എന്ന് പറഞ്ഞാലോ ബേർഡ്. സ്വതക്ക പറഞ്ഞാൽ ചാറ്റി അല്ലേ. ഹോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീ. ഈ വേർഡ്സ് ഒന്നുകൂടി. സർഅ് സീഡ്സ്, ബഹീമത്ത് ആനിമൽ, ത്വയ്ർ ബേർഡ്, സദക്ക ചാരിറ്റി, ഹോർസ് ട്രീ. ഈ വാക്കുകൾ നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. നിങ്ങൾ കാണാതെ ഈ വാക്കുകൾ പഠിക്കണം. നെക്സ്റ്റ്, കൗണ്ട് ദ ഫ്രൂട്ട്സ് ഇൻ യുവർ ഹോം ആൻഡ് റൈറ്റ് ദം ഹിയർ. നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ ഫ്രൂട്ട്സാണ് ഉണ്ടാക്കുന്നത് ആ ഫ്രൂട്ട്സിന്റെ പേരും എത്ര ഉണ്ട് എന്നുള്ളതും നിങ്ങൾ പറയണം കേട്ടോ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മാംഗോ ട്രീ എത്ര ഉണ്ട് ഏതാണ്. അതേപോലെ ജാക്ക് ഫ്രൂട്ട് ട്രീ. ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ തരം പഴങ്ങൾ ഫ്രൂട്ട്സുകളുള്ള മരങ്ങളുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. അതിന്റെ നമ്പേഴ്സും എഴുതണം. ഓക്കെ. നെക്സ്റ്റ്, മേക്ക് എ പോസ്റ്റർ വിത്ത് ദ ഫോളോയിങ് ഹദീസ് ആഡിങ് ഇറ്റ്സ് അറബിക് മീനിങ്. ട്ടോ. മാമി മുസ്ലിമിൻ യഗ്രിസു ഖർസൻ ഔ യസ്റഉ സറഅൻ ഫതഅകുലു മിൻഹു തൈറൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു ബിഹി സദഖ. ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലേ? നിങ്ങൾ പോസ്റ്റർ ശരിക്ക് ഇത് വെച്ചിട്ട് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് തരണം കേട്ടോ. നിങ്ങൾ ഹോം വിസിറ്റിങ്ങിന്റെ സമയത്ത് ഈ പോസ്റ്ററൊക്കെ ഞങ്ങൾ ചോദിക്കും. അപ്പോൾ പോസ്റ്റർ ഉണ്ടാക്കൂലേ? എന്താണ് ഉണ്ടാക്കേണ്ടത്? മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഖർസൻ ഔ യസ്റഉ സർഅൻ ഫതഅകുലു മിൻഹു തൈറൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു ബിഹി സദഖ. ഓക്കെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ നല്ല കുട്ടികളായിട്ട് ഇതൊക്കെ വായിച്ച് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.